ഒരു നൊടി ഒരാളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ, അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ഒരു നിമിഷം മതി. ബി മണിവർമ്മൻ രചനയും സംവിധാനവും നിർവഹിച്ച് തമൻ കുമാർ നായകനായി വന്ന ഒരു നൊടി എന്ന തമിഴ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. തമൻ കുമാർ അവതരിപ്പിക്കുന്ന പോലീസ് ഇൻസ്പെക്ടർ പരുത്തി ഇളമാരൻ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിനിടെ ഒരു മർഡർ കേസ് കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നു. ഇത് രണ്ടും അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയോ എന്നുള്ളതാണ് കഥ. ഒറ്റ വാക്കിൽ ഒരു ഡീസന്റ് ക്രൈം ത്രില്ലറാണ് ഒരു നൊടി. അയാളാണോ ചെയ്തത്, ഇയാളാണോ ചെയ്തതെന്ന് നമ്മളെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഹൂ ഡൺ ഇറ്റ് പോർഷനൊക്കെ വളരെ നന്നായിട്ട് ഒരുക്കിയ ഒരു ചിത്രമാണിത്. ആദ്യത്തെ 10-20 മിനിറ്റ് കണ്ടപ്പോൾ വലിയ രസമൊന്നും ഇല്ലല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പടം ട്രാക്കിലേക്ക് വരും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ആ ഒരു ക്രൈം എങ്ങനെ നടന്നു എന്നുള്ളതാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നില്ല ആർക്കും പെട്ടെന്ന് അത് ഗസ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ആ ഒരു മിസ്റ്ററി സൂപ്പർ ആയിരുന്നു. അതേസമയം അത് എനിക്ക് വർക്കായതുപോലെ എല്ലാവർക്കും കൺവിൻസിങ് ആകുമോ എന്ന കാര്യം സംശയമാണ് കേട്ടോ. ചിലവർക്ക് ശരിയാവും. അഭിനയിച്ചവരുടെ എല്ലാം പെർഫോമൻസ് മികച്ചതാണ്. പ്രത്യേകിച്ച് നായകനായിട്ട് വന്ന തമൻ കുമാർ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസിലെ ആ ഒരു ബാസ് ആൻഡ് ഡെപ്ത് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. MS ഭാസ്കർ, ശ്രീരഞ്ജിനി, വേല രാമമൂർത്തി, ദീപ ശങ്കർ, അങ്ങനെ പരിചിതങ്ങളായിട്ടുള്ള കുറച്ച് മുഖങ്ങളോടൊപ്പം തന്നെ ഒരുപാട് പുതുമുഖങ്ങളും സിനിമയിലുണ്ടായിരുന്നു. ആരുടെയും പെർഫോമൻസ് ഒട്ടും മോശമായിട്ട് തോന്നിയില്ല. ഒരു ക്യാരക്ടർ ലാസ്റ്റ് കരയുന്ന ആ ഒരു സീനൊക്കെ കിടുവായിരുന്നു. സഞ്ജയ് മാണിക്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ടായിരുന്നു. അതേസമയം പടത്തിൽ 2 പാട്ടുകളുണ്ട്. ആ 2 പാട്ടിന്റെ ആവശ്യം സിനിമയിലുള്ളതായിട്ട് തോന്നിയില്ല. ക്യാമറ KG രതീഷ്, എഡിറ്റിംഗ് S ഗുരുസൂര്യ. പടത്തിന്റെ ബജറ്റ് വളരെ കുറവാണ്. അത് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നന്നായിട്ട് വ്യക്തമാകുന്നുമുണ്ട്. എങ്കിലും ഉള്ള ബജറ്റിൽ പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ഒരുക്കാനായിട്ട് മേക്കേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ആകെ എനിക്കൊരു അൺപ്രൊഫഷണൽ ഫീല് വന്നത് സിനിമയുടെ ക്യാമറയുടെ ക്വാളിറ്റിയിൽ ഇടയ്ക്ക് വരുന്ന ഒരു വ്യത്യാസമാണ്. പ്രത്യേകിച്ച് വണ്ടിക്കുള്ളിലിരിക്കുന്ന കുറച്ച് ഷോട്ട്സ് ഉണ്ട്. അത് ഫിലിം ക്യാമറ അല്ല, ആക്ഷൻ ക്യാമറ യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തതുപോലെ അത്രയും ഭാഗങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കുറെ കൂടി ബജറ്റിലും സെറ്റപ്പിലും എടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അന്വേഷിപ്പിൻ കണ്ടെത്തും പോലെയൊക്കെ ആ ഒരു ക്വാളിറ്റിയിൽ എടുക്കുകയായിരുന്നുവെങ്കിൽ ഇതിലും ഗംഭീരമായേനെ. ഇപ്പോഴും പടം ഒട്ടും മോശമല്ല. പുതിയ കലാകാരന്മാർ അവരുടെ വളരെ ഫ്രഷ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാവരും കണ്ടു നോക്കുക. ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകും. ഒരു തവണ കാണാനുള്ള വകയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടം Amazon പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നാലും ആ മിസ്റ്ററി അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഡാർക്ക്